എത്ര നേരമായി കാത്തിക്കുക? അതിനു മാത്രം കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയാനുണ്ടായിരുന്നോ? കെവിനേട്ടനല്ലേ പറഞ്ഞത് ഈശ്വര വിശ്വാസം കൈവിടരുത്, വല്ലപ്പോഴും ഒക്കെ ക്ഷേത്രത്തിൽ പോണെന്നൊക്കെ. അതെ, എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. സത്യത്തില് അമ്മയും ചേച്ചിയൊക്കെ വലിയ ഈശ്വര വിശ്വാസികളാ, ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോ കെവിനേട്ടൻ പറഞ്ഞോണ്ടാ മനസ്സ് തുറന്നൊന്ന് തൊഴാന്ന് കരുതിയേ. എന്നിട്ട് നമ്മുടെ കാര്യം ഈശ്വരനോട് പറഞ്ഞു? പിന്നെ പറയാതെ. എനിക്ക് കെവിനേട്ടനും സന്തോഷത്തോടെ ജീവിക്കണം, കെവിനേട്ടന് നന്മകൾ വരണം, എല്ലാം ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ചേച്ചിയുടെ വിഷമം മാറാൻ ഒരു വഴിപാടും ചെയ്തു. ദേവിക്ക് വഴിപാടോ? അതെന്താ അത്? ചേച്ചി ആകെ വറീഡാ കെവിനേട്ടാ. അയ്യോ, എന്തു പറ്റി? ഇന്നലെ മുതല് നന്ദേട്ടനെ കാണുന്നില്ല. എത്ര വിളിച്ചിട്ടും നന്ദേട്ടൻ ഫോൺ എടുക്കുന്നില്ല. ഇനി ഓഫീസ് കാര്യത്തിന് വല്ലതും പോയതാണോ കെവിനേട്ടാ? ഓഫീസ് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ നന്ദൻ ഏതോ ഫ്രണ്ടിനെ കാണാനോ മറ്റോ പോകുന്നെന്ന് പറഞ്ഞു. ആണോ? ഓക്കെ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. കിട്ടിയ ചേച്ചിയെ വിളിക്കാൻ പറയാലോ. ബെസ്റ്റ്. ചാർജ് തീർന്നു. കെവിൻ ചേട്ടന് ഫോണിങ് തന്നേ. എന്താ? ഫോണിങ് തന്നേ. ആ, ലോക്കൊന്ന് ഓപ്പൺ ചെയ്തേ. പാസ്വേഡ് പറ. പാസ്വേഡ് പറ ചേട്ടാ. പറയില്ലേ? എന്നെ വിശ്വാസമില്ലേ? ആ, എന്നാ വേണ്ട. ശാരിക എന്താ പറഞ്ഞേ? നിന്നെ വിശ്വാസമില്ലെന്നോ? ഞാൻ പാസ്വേഡ് പറയാം ശാരിക. പറയാന്ന് പറഞ്ഞിട്ട് പാസ്വേഡ് പറയുന്നില്ലല്ലോ. പറ ചേട്ടാ. പാസ്വേഡാ പറഞ്ഞത്. SARIKA ശാരിക. ആ, സോ സ്വീറ്റ്. ഓപ്പൺ ആയില്ലേ? ഇപ്പൊ വിശ്വാസമായല്ലോ. എന്റെ പേരിന് ഇത്രയും വിലയുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായേ. നന്ദേട്ടനെ ഒന്ന് വിളിക്കട്ടെ. അല്ല ശരി, നന്ദൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ? എത്ര തിരക്കാണെങ്കിലും കെവിൻ ചേട്ടന്റെ നമ്പർ കണ്ട് അടിക്കില്ലേ? ദേ, ഇതൊന്ന് ചാർജിലിട്ടെ. ഷോ, സ്വിച്ച് ഓഫ് ആണല്ലോ. ആ, അത് ശരി. എടാ, ഞങ്ങള് കുറെ ദൂരെ എത്തി. പക്ഷേ നന്ദന്റെ മുഖം തെളിഞ്ഞിട്ടില്ല കേട്ടോ. ഹലോ. ആ, ഹലോ കെവിൻ ചേട്ടാ, ഒരു കോള് വന്നു, ഞാൻ അറിയാതെ എടുത്തുപോയി. കെവി, ഹലോ. എന്താടാ, എന്താ ഫോൺ എടുത്തിട്ട് നീ മിണ്ടാതിരിക്കുന്നേ? അല്ല, ഏതാ കിളിനാദം? ഏയ് ഇല്ല, ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കായിരുന്നു. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാന്നേ. ഓ, മനസ്സിലായി മനസ്സിലായി. മറ്റവളല്ലേ നീ അന്ന് പറഞ്ഞ കക്ഷി? ശരിയെന്നാ. അവനെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ആരാ വിളിച്ചേ? ഒരു സ്റ്റാഫാ. ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണല്ലോ കേട്ടെ. ലേഡീസ് എത്ര പേര് സ്റ്റാഫായിട്ടുണ്ട്. നീ വന്നേ, നമുക്ക് പോവാം. എടോ കെവിനെ, ശാരികയെ പറ്റിക്കാൻ നോക്കുന്നോ? പ്രേമ അഭിനയിച്ച് നിന്റെ പിറകെ പറ്റിക്കൂടിയത് നിന്റെയൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് എന്റെ ചേച്ചിയെ രക്ഷിക്കാനാടോ? നീ എന്താ കരുതിയത്? നിന്നോട് പ്രണയം കേറിയിട്ട് എനിക്ക് താഴെ നിൽക്കാൻ പറ്റുന്നില്ലെന്നോ? നന്ദേട്ടന്റെ അവസ്ഥകൾ മുഴുവൻ മനസ്സിലാക്കണം, സത്യങ്ങളെല്ലാം തിരിച്ചറിയണം. അതിനാ ഈ ശാരിക ഇറങ്ങി തിരിച്ചിരിക്കുന്നെ.
ലക്ഷ്യം പൂർണ്ണമായി സാധിക്കുന്നതുവരെ നിന്റെ കാമുകിയായി കൂടെ ഉണ്ടാവും ഞാൻ.